വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചാള അഥവാ മത്തി എങ്ങനെ നന്നായി ടേസ്റ്റോട് കൂടി പൊരിച്ചെടുക്കാം എന്നതാണ്. നമുക്ക് ഈ ചാള ഫ്രൈ ആക്കാൻ വേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക് പൊടി, എണ്ണ. നമുക്കിനി ചേർക്കേണ്ട ചേരുവകളൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചതച്ച് വെച്ച ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ചീരകം ഉണ്ട്. അത് ചതച്ച് വെച്ചതാണ്. അത് നമുക്ക് അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് അടിക്കണം. പിന്നെ ചുമന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണിത്. വേപ്പിൻ്റെ എല്ലാം നുറുക്കിയത്. നമുക്ക് സ്വല്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് അരയാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് നമുക്ക് അടിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് നമ്മുടെ മീനനുസരിച്ചുള്ള മുളക് ചേർക്കാം. നമുക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂണ് ഉപ്പും പൊടി ചേർക്കാം. നന്നായി നമുക്ക് എല്ലാ മീനിലും ഇത് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് മീൻ പൊരിക്കാൻ പറ്റിയ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിക്കാം. കുറച്ച് ആവശ്യത്തിനുള്ള ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ ചാള ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാള മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം. നമുക്ക് ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് നോക്കാം. തീ വളരെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗം മൂത്തിട്ടുണ്ടാവും, മറിച്ചിട്ടിട്ട് അടിഭാഗം ഇപ്പം മൂത്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഒന്ന് മൂത്തതൊന്ന് നോക്കാം. അടിഭാഗം മൂത്ത് തുടങ്ങി. നമുക്ക് എണ്ണ പറഞ്ഞ് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗം മൊരിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ചാള വറുത്തത് തയ്യാറായി. നിങ്ങൾക്ക് ഈ മത്തി പൊരിച്ചത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.